പ്രിയപ്പെട്ടവരെ, വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീട്ടിൽ ഐശ്വര്യം വരണമെങ്കിൽ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീട് വൃത്തിയും വെടുപ്പുമുള്ളതായിരിക്കണം. വീടിൻ്റെ സ്ഥാനവും മുറികളും കൃത്യമായ സ്ഥലങ്ങളിലായിരിക്കണം. എന്നിങ്ങനെ പോകുന്നു അക്കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ മിക്കവർക്കും അറിയുന്നതുമാണ്. എന്നാൽ വീട്ടിൽ സർവ്വ ഐശ്വര്യം വരണമെങ്കിൽ വീട്ടിൽ ചില വസ്തുക്കൾ ഉണ്ടായിരിക്കണമെന്നത് പലർക്കും അറിവുണ്ടായിരിക്കുകയില്ല. എന്തെല്ലാമാണ് ആ വസ്തുക്കളെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് നിലവിളക്ക്. ഏതൊരു ഹിന്ദു ഭവനത്തിലും തീർച്ചയായും ഒരു നിലവിളക്കുണ്ടായിരിക്കും. അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുക എന്നത് വീട്ടിൽ ഐശ്വര്യമുണ്ടാകാൻ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഹിന്ദുക്കൾ കരുതുന്നുണ്ട്. നിലവിളക്ക് വാങ്ങുമ്പോൾ സാധാരണ നിലവിളക്ക് വാങ്ങുന്നതാണ് ഉത്തമം. നാരായമുള്ള നിലവിളക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. രണ്ടാമത്തേത് തട്ടം. ചിലരെങ്കിലും നിലവിളക്ക് വെറും നിലത്ത് വെച്ച് തിരിതെളിയിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യരുത്. ഒരു തട്ടം വെച്ച് അതിൽ നിലവിളക്ക് വെച്ച് കത്തിക്കണം. പണ്ടുകാലത്ത് നിലവിളക്കും ഒരു തട്ടവും ഒരു തടിപ്പലകയിൽ വെച്ചാണ് വിളക്ക് കത്തിച്ചിരുന്നത്. അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും ഉത്തമമാണ്. അടുത്തത് ഇഷ്ടദേവതകളുടെ ചിത്രമോ രൂപമോ വീട്ടിൽ സൂക്ഷിക്കുന്നതാണ്. നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലം വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഒരു വീട്ടിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലമായിരിക്കണം ഇത്. പൂജാമുറി പോലെ ഒരിടമുണ്ടെങ്കിൽ വളരെയധികം നല്ലത്. അല്ലെങ്കിൽ വീട്ടിലെ ശുഭസ്ഥാനം കണ്ടെത്തി അവിടെ നിലവിളക്ക് തെളിയിക്കുകയും ചെയ്യാം. നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഇഷ്ടദേവതകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. അവരുടെ ഫോട്ടോകളോ രൂപങ്ങളോ വച്ച് അവർക്ക് മുൻപിൽ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യകരമാണ്. നിലവിളക്കിലിടുന്ന തിരി വൃത്തിയായി അലക്കി ശുദ്ധമാക്കിയ കോടി നിറമുള്ള തുണിയിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പാക്കുക. കടയിൽ നിന്ന് തിരി വാങ്ങുന്നവരാണെങ്കിലും അത് കോടി നിറമുള്ള തുണി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് ആവണപ്പലക. ഒരു ഹിന്ദു ഭവനത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള മറ്റൊരു വസ്തുവാണ് ആവണപ്പലക. ആ പലകയിൽ ഇരുന്നു കൊണ്ട് വേണം പ്രാർത്ഥനയും ജപവും നടത്താൻ. മൂലാധാരത്തിൽ നിന്നും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ അല്ലെങ്കിൽ എനർജിയെ ഭൂമിയിലേക്ക് പോകാതെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നതിനാണ് പലകയിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തുന്നത്. ആവണപ്പലകയില്ലെങ്കിൽ തടിപ്പലകയോ അതുമല്ലെങ്കിൽ പുൽപ്പായയോ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ചന്ദനമുട്ടിയും ചാണയും. ചന്ദനം തൊടുന്നത് ഐശ്വര്യകരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രമല്ല, ദിവസവും ചന്ദനം നെറ്റിയിൽ തൊടുന്നത് വളരെയധികം നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന കളഭമോ ചന്ദനമോ അല്ല, ശരിയായ ചന്ദനത്തടിയിൽ നിന്നും തയച്ചുണ്ടാക്കുന്ന ചന്ദനമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആയതിനാൽ ചെറുതാണെങ്കിലും ഒരു ചന്ദനമുട്ടിയും അത് തയ്ക്കാൻ ഒരു ചാണയും വീട്ടിൽ കരുതേണ്ടതാണ്. അടുത്തത് വീടിന് പുറത്ത് ഐശ്വര്യവർദ്ധനയ്ക്കായി ഉണ്ടായിരിക്കേണ്ടവയാണ്. അതിലാദ്യത്തേത് തുളസിത്തറ. ഒരു ഹിന്ദു ഭവനത്തിൽ ഒരു തുളസിത്തറ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. തുളസിത്തറയിൽ ഒരിക്കലും വാടാതെ ഒരു തുളസി ചെടിയും ഉണ്ടായിരിക്കണം. ഈ തുളസിക്ക് എന്നും രാവിലെയും വൈകുന്നേരവും വെള്ളമൊഴിച്ചു കൊടുക്കുകയും സന്ധ്യയ്ക്ക് തിരികൊളുത്തി പ്രാർത്ഥിക്കുകയും വേണം. അടുത്തത് വൃക്ഷങ്ങൾ. വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഒരു ആര്യവേപ്പ്, കൂവളം എന്നിവ ഉണ്ടായിരിക്കുന്നത് വളരെയധികം ശുഭകരമാണ്. വടക്ക് ഭാഗത്ത് മാവ്, കിഴക്ക് ഭാഗത്ത് പ്ലാവ്, കിഴക്ക് വടക്കേ മൂലയിൽ കൂവളം എന്നിവയെല്ലാം വീടിന് ഐശ്വര്യകരമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിൻ്റെ ഐശ്വര്യവും ആ എനർജിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ചില വസ്തുക്കളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പോസിറ്റീവ് എനർജി പല കാരണങ്ങളാൽ മൂടപ്പെട്ടു പോയേക്കാം. അപ്പോൾ ആ എനർജി വീണ്ടെടുക്കുന്നതിനും നമ്മുടെ വീടിന് ഐശ്വര്യവും സമാധാനവും നിലനിർത്തുന്നതിനും ഇത്തരം സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നില്ല. എങ്കിലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഓരോന്നായെങ്കിലും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കേണ്ടത് വളരെയധികം ഗുണകരമായിരിക്കും.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നമസ്കാരം.